ഒരു വാണോന്ന് തന്നെ പറയേണ്ടി വരും. കാരണം പടം നല്ലൊരു പടം, ആവറേജ് മൂവി ആയിട്ട് എനിക്ക് തോന്നിയത്. ഒരു എന്റർടൈൻമെന്റ് ആണ്, കോമഡി എലമെന്റ്സ് നല്ല രീതിയിൽ വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. അങ്ങനെയുള്ള പടം സിനിമ അടിപൊളിയാണ്, നന്നായിട്ടുണ്ട്, നല്ല സിനിമയാണ്, എനിക്കിഷ്ടപ്പെട്ടു. കോമഡി ഉണ്ട്. ഈ പൈങ്കിളിയെ പോലെ തന്നെ ഇണയെ തേടി പോയി നല്ലൊരു ഇണയെ കിട്ടിയ ഒരു സിനിമയാണ്. ഒരു കുടുംബ സബ്ജക്റ്റാണ്, കോമഡി ഉണ്ട്, എല്ലാം കൊണ്ടും നല്ലൊരു സിനിമയാണ്. ഇമോഷണൽ ഉണ്ട്, നല്ല സിനിമയാണ്, എനിക്കിഷ്ടം. ചെയ്യുന്ന ഒരു അവസ്ഥയില്ല, അടിപൊളി ഡയറക്ഷൻ, സ്ക്രിപ്റ്റ്, അതുപോലെ തന്നെ എന്റെ കോമഡികള്. പഴയ ഒരു കോമഡി സിനിമ 2025 കൊണ്ടുവരാൻ സാധിച്ചത് ഞാൻ ഈ ഡയറക്ടറെ അതുപോലെ തന്നെ സ്ക്രിപ്റ്റ് റൈറ്ററെ ഞാൻ നമിക്കുകയാണ്. കാരണം ഒരുപാട് വലിയ വലിയ സിനിമകൾ വന്നിട്ടുണ്ട്, പക്ഷെ നമുക്ക് എന്റർടൈൻ ചെയ്യാനുള്ള സിനിമകൾ വരുന്നില്ല എന്നുള്ളതാണ്. ഈ സമയത്ത് ഈ സിനിമ വന്ന് ഒരു സൂപ്പർ ഹിറ്റ് സിനിമയായിട്ട് ഇത് മാറുമെന്നുള്ള ഒരു സംശയം വിചാരിക്കേണ്ട. ഇതിന്റെ ഡയറക്ഷനൊക്കെ അടിപൊളിയാണ്. ഓരോ ഫ്രെയിം, ബീജം ആണെങ്കിലും പാട്ടാണെങ്കിലും, അമ്പാന്റെ അഭിനയം, അതുപോലെ ഇതിനകത്ത് അനശ്വരരാജന്റെ അഭിനയം, അതുപോലെ അമ്പാന്റെ അമ്മയായിട്ട് അഭിനയിച്ചിരിക്കുന്നത്, അതുപോലെ അദ്ദേഹത്തിന്റെ സുഹൃത്തായിട്ട് അഭിനയിച്ചിരിക്കുന്ന എല്ലാം, ഇതിലെ ഓരോ സപ്പോർട്ടിങ് ആർട്ടിസ്റ്റിനെ എടുത്തു പറയേണ്ടതുണ്ട്. വളരെ മനോഹരമായ നല്ല സൂപ്പർ സിനിമയാണ്. ഒരു ലാഗും ഇല്ലാതെ നമ്മൾ ഫുൾ ടൈം വാലന്റൈൻസ് ഡേ ആണ്. കാരണം ശരിക്കും അമ്പാൻ ഒരു വാണോന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അത്ര പെർഫോമറാണ് അമ്പാൻ മലയാള സിനിമയുടെ ഒരു വാഗ്ദാനമായിട്ട് മാറി എന്നുള്ള ഒരു സംശയം വിചാരിക്കേണ്ട. ഈ സിനിമ നിങ്ങൾ ഫുൾ ടൈം ഫാമിലി ആയിട്ട്, ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു എലമെന്റ്സിനകത്തില്ല. നമ്മൾ പല സിനിമകൾ കണ്ട് കോമഡി മിക്സ് ചെയ്യാൻ വേണ്ടി പലതും കാണിച്ച് കോപ്രായങ്ങൾ കാണിച്ച് കൊണ്ടുപോകുന്ന സിനിമകൾ കണ്ടു. പക്ഷെ ഇത് അങ്ങനെ ഒരു ഫീലുമില്ല. വളരെ നല്ല പടം, കുടുംബസമേതം ഇരുന്ന് കാണാൻ പറ്റിയ നല്ല പടമാണ്. വളരെ കാലത്തിന് ശേഷം നല്ലൊരു പടം കണ്ട ഒരു പ്രതീതിയുണ്ട്. സന്തോഷം. എന്തോ അനശ്വര നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എന്തോ അമ്മയും കൂടെ, നായകൻ വളരെ സൂപ്പറായിട്ടുണ്ട്. നല്ല അഭിനയം. സൂപ്പറായിരുന്നു, എല്ലാവരും നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. നല്ല